ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലിൻ്റെ അളവെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ. ഒരുപാട് സപ്പോർട്ടാണ് ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റായിട്ടും അല്ലാതെ നോർമലായിട്ടും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാലിന് എന്താണ് പറ്റിയത്, എന്താണ് ചെയ്യുന്നത് എന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അറിയാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് അതെനിക്ക് ഏറെ വിലപ്പെട്ട് തന്നെയാണ്. എൻ്റെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ അതെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കാലിൻ്റെ അളവ് എടുത്തതാണ്. ഒരുപാട് നാൾ നമ്മൾ നടക്കുമ്പം ആ ഒരു ലൈനറും ആ ഒരു സോക്കറ്റും തമ്മിലുള്ള ആ ഒരു ലൂസ് ഉണ്ടാവും. അപ്പോൾ നടക്കുമ്പോൾ നമുക്ക് വേദനയും കാല് മുറിവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏതാണ്ട് 8 വർഷത്തോളമായി ഞാൻ ഈ ഒരു ആർട്ടിഫിഷ്യൽ കാല് ഉപയോഗിക്കുന്നു. 2, 3 പ്രാവശ്യമായിട്ട് അതിൻ്റെ സോക്കറ്റും 3, 4 വട്ടമായിട്ട് അതിൻ്റെ ലൈനറും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ലൈനർ മാറാനായിട്ട് ഒരുപാട് താമസിച്ച് പോയി. അപ്പോൾ അതിൻ്റെ മുറിവൊക്കെ ഇപ്പോൾ കാലിൽ വന്നിട്ടുണ്ട്. ലൈനറിനൊക്കെ നല്ല പൈസ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു വാങ്ങിക്കാനായിട്ട്. ഇപ്പം എനിക്ക് വെച്ച് തരുന്ന ഇതുവരെ വെച്ച് തന്നുകൊണ്ടിരുന്ന ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ പതുക്കെ പതുക്കെ പൈസ തന്ന് തീർക്കാമെന്നുള്ള രീതിയിലാണ് വീണ്ടും ലൈനറും സോക്കറ്റൊക്കെ മാറാനുള്ള രീതിയിൽ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഒരു സംഘടനയായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫ്രീ ആയിട്ട് കാല് വെച്ച് തരാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് സത്യത്തിൽ ഞാൻ ഇരുന്നത്. അപ്പോൾ അത് അവിടെ ആ ഒരു സംഘടന വഴി ആ ഒരു കാല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ ചിലവാക്കുന്ന പൈസ എനിക്കൊരു വീൽ ചെയറിൻ്റെ ബാറ്ററിയൊക്കെ വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സംഘടന എനിക്ക് തന്നില്ല ആ ഒരു കാല്. സത്യത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ നാളെ തരാം, മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞ് വെറുതെ ആളെ പറ്റിക്കുകയായിരുന്നു ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽ വാങ്ങുന്ന ടൈമിൽ നല്ല രീതിക്കുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എനിക്ക് കിട്ടാത്തത് കൊണ്ടുള്ള കൊതിക്കറവല്ല ഞാൻ പറയുന്നത്. നമ്മളെപ്പോലെയുള്ളവരിൽ നിന്നൊക്കെ ഡീറ്റെയിലൊക്കെ അവർ നല്ല രീതിക്ക് വാങ്ങിച്ചിട്ട് അവർ അത് കൊണ്ടുപോയിട്ട് അവർ മറ്റുള്ളവരെ കാണിച്ച് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് ഇപ്പോൾ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് ആൾക്കാരെ മനസ്സ് വിഷമിച്ചിട്ടായിരിക്കാം 2 പേരൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നത്. എന്നെപ്പോലെ എൻ്റെ ഈ അവസ്ഥ വെച്ചിട്ട് അവർക്ക് ചെയ്ത് തന്നില്ലെങ്കിൽ പിന്നെ അവർ ആർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്? ഒരു ആദ്യത്തെ ഒരു വർഷം ഇപ്പം 2 വർഷമാണ് ഞാൻ അവരെ പിറകെ അവരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ വർഷം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ പ്രാവശ്യം ലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടുമെന്ന്. അങ്ങനെ ഈ വർഷം ഞാൻ അവരെ പിറകെ വിളിച്ച് ഞാൻ വിളിക്കുന്ന ടൈമിൽ ചേട്ടാ എന്തായി കാലിൻ്റെ കാര്യം? അതിപ്പോൾ ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് അപ്പഴേ ഫോണങ്ങ് കാട്ടി. അപ്പം അവസാനമായിട്ട് ഞാൻ ഒരു വട്ടം കൂടെ വിളിച്ചു. അപ്പം പറഞ്ഞ് ഇപ്പോഴെങ്ങും കിട്ടത്തില്ല. തനിക്ക് കിട്ടാൻ ഇപ്പോൾ പാടാണ്. ഒരുപാട് പേരൊക്കെ ഇപ്പോൾ ബുക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. ഒരു 4, 5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ എൻക്വയറിക്ക് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഘടനയിൽ നിന്ന്. അപ്പോൾ അവർ വന്നിട്ട് കണ്ട ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് കാല് കിട്ടാൻ പാടാണ്. കാരണം നിനക്ക് നല്ല വീടൊക്കെ ഉള്ളത് കൊണ്ട് കിട്ടാൻ പാടാണ്. അപ്പം ഞാനപ്പം തന്നെ പറഞ്ഞു എനിക്ക് ഈ വീട് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാല് മേടിക്കാം. അപ്പോൾ ഈ കാല് വാങ്ങിച്ചിട്ട് ഈ വീടില്ലാതെ വെളിയിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ളത് കൊണ്ടാണ് ഇത് വിൽക്കാതെ ഇതിനകത്തെങ്കിലും കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കാല് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാല് ആ ചേട്ടനെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടപ്പോഴേ ആ ചേട്ടൻ പറയും ഇതൊരുപാട് പഴയ മോഡലുള്ള കാലാണല്ലോ, സോക്കറ്റൊക്കെ ഒരുപാട് ലൂസായല്ലോ, സോക്കറ്റൊക്കെ ഒരുപാട് പോയല്ലോ. എൻ്റെ സോക്കറ്റിൻ്റെ ആ ലൈനറിൻ്റെ അടിയിലത്തെ കമ്പി വരെ വെളി വന്നു. ആ ഒരു കമ്പി കാലിൻ്റെ അടിയിൽ പൊത്ത് കയറുന്നത് കൊണ്ട് ആ ഷോക്സ് എടുത്ത് ഇപ്പുറത്തെ കാലിലിട്ടാണ് ഞാൻ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് സത്യത്തിൽ ആ ഒരു കാല് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വാങ്ങാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു കിട്ടാനായിട്ട് വഴിയില്ല എന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും ലിസ്റ്റിൽ പേരുണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇവിടുന്ന് പോയത്. അത് അതിൻ്റെയും കിട്ടിയ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ എൻക്വയറിക്ക് വന്ന ചേട്ടൻ വിളിച്ചിട്ട് പറയുകയാണ് 2 ലൈനർ ഇരിപ്പുണ്ട് നിനക്ക് വേണമെന്ന്. കാരണം എൻ്റെ ആ ലൈനർ കാലിടുന്ന ആ ഷോക്സിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ചേട്ടന് മനസ്സിലായി വല്ലാത്തൊരു ഇതിലാണെന്ന്. അപ്പോൾ 2 ലൈനർ ഇരിക്കൊണ്ട് നിനക്ക് തരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും ചേട്ടാ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞൊരു 60,000 രൂപ തന്നാൽ മതി തരാമെന്ന് പറഞ്ഞു. ഈ 60,000 രൂപ ഉണ്ടെങ്കിൽ പുതിയ സാധനം നല്ല സാധനം എനിക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ ഞാൻ എൻ്റെ കാലിൽ ഇതുവരെ വെച്ച് തന്ന ആ ചേട്ടൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചേട്ടൻ ആ ഒരു ലൈനർ വാങ്ങിച്ചു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും പൈസയ്ക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഒരെണ്ണത്തിന് 25 രൂപ വെച്ച് 50 രൂപ തന്നെ 50 രൂപ തന്നു കഴിഞ്ഞാൽ 2 ലൈനർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈനറിൻ്റെ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞു. ലൈനറിൻ്റെ ഫോട്ടോ ഇട്ട് തന്ന് ഞാൻ ആ ഫോട്ടോ എടുത്ത് എനിക്ക് കാല് വെച്ച് തരുന്ന ചേട്ടനെ അയച്ചു കൊടുത്തിട്ട് ചേട്ടാ ഈ ലൈനർ കൊള്ളാമോ? അപ്പോൾ ആ ചേട്ടൻ തന്നെ പറഞ്ഞു ഇത് ചാത്തൻ സാധനമാണ് എന്ന്.
അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ സംഘടനയിൽ വന്ന ലൈനർ ഇയാൾ മറിച്ച് എനിക്ക് പൈസയ്ക്ക് തരാനുള്ള വേലയായിരുന്നു കാണിച്ചത്. അത് അയാൾക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് നല്ലപോലെ മനസ്സിലായി. അപ്പോൾ ഞാൻ പൈസയൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല, കുറച്ച് പൈസ ഇപ്പം എന്താ പിന്നെ ഘട്ടം ഘട്ടമായിട്ട് തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പോയതാണ്. ഇതുവരെ എന്നെ വിളിച്ചിട്ടുമില്ല, മെസ്സേജ് വെച്ചിട്ടില്ല. അതുകൂടെ പോയി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ള സംഘടനയിലുള്ള ആൾക്കാരാണിത്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ന്യൂയോർക്കിലാണ്. വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ കാല് നഷ്ടപ്പെട്ടവർക്ക് കാല് വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സുവിശേഷ വേല ചെയ്യുന്ന ജോൺ സാമുവിന്റെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? അടുത്ത നവംബർ 14-ാം തീയതി വിപുലമായ രീതിയിൽ ഈ കാലുകളില്ലാത്തവർ കാല് വെച്ചു കൊടുക്കാനുള്ള ഒരു ക്ലിനിക്ക് തന്നെ ആരംഭിക്കുകയാണ് കേരളത്തിലെ. ഞാനിവിടെ 3 ഫോൺ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇത് കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ ആർക്കെങ്കിലും കാലില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ വിളിക്കുക. അവർ നിങ്ങളെ, ആ വ്യക്തിയെ തിരിച്ചു വിളിച്ച് ചെന്ന് കണ്ട് അർഹതപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് സൗജന്യമായിട്ട് കാല് വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ഒരു വീഡിയോയിൽ രണ്ടാമത്തെ നമ്പറിലാണ് ഞാൻ കോണ്ടാക്ട് ചെയ്ത. ബേബി എന്നാണ് അയാൾക്കുള്ള പേര്. അയാൾ സത്യം പറഞ്ഞാൽ ആദ്യം എൻ്റെ നിന്ന് ഡീറ്റെയിൽ വാങ്ങിക്കാനായിട്ട് എൻ്റെ നിന്ന് നല്ല പോലെ സംസാരിച്ച്, അയ്യോ നിനക്ക് ഇത്രയും കയ്യുമില്ല കാലും ഇല്ലല്ലേ, അതുകൊണ്ട് നിനക്ക് എന്തായാലും ഉറപ്പായിട്ട് നിനക്ക് തന്നിട്ടേ വേറെ ആർക്കും കൊടുക്കൂ, അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ വിട്ടിട്ട് എൻ്റെ നിന്ന് ഡീറ്റെയിലും കാര്യങ്ങളും എൻ്റെ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് സമ്മറി പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ വിളിച്ചാൽ അവർ ഈ ഐറ്റങ്ങളാണ് സംസാരം. എന്ന് വെച്ചാൽ ഞാൻ വിളിച്ചിട്ട് ഇതുവരെയായിട്ട് ഞാൻ വഴക്കായിട്ടോ അല്ലെങ്കിൽ ദേഷ്യത്തിലോ ഇതുവരെയായിട്ട് ഞാൻ ആ ചേട്ടനടുത്ത് സംസാരിച്ചില്ല. കാരണം നമുക്കൊരാൾ ഫ്രീ ആയിട്ട് ഒരാൾ സാധനം തരുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഈ ഒരു നിമിഷം വരെ ഞാൻ ആ ഒരു ചേട്ടനെ എതിർത്ത് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വിളിക്കും, ചേട്ടാ എൻ്റെ കാലിൻ്റെ കാര്യം വല്ലതും ആവും, ഇല്ല ആയിട്ടില്ല ശരി എന്ന് പറഞ്ഞ് ഫോണങ്ങ് കാട്ടിയ. ഇവർ ചിലപ്പം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടാവാം, ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ഇവർ പറയുന്നത് നല്ല കമ്പനിയിലുള്ള സാധനങ്ങളാണ്, ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ക്യൂവിൽ നിൽക്കുകയാണ്, അതാണ് ഇതാണെന്നൊക്കെയാണ് പറയും. ഇപ്പം എനിക്ക് കിട്ടാത്തതിൻ്റെ ഉള്ളൊരു കൊതിക്കറവ് ഞാൻ പറഞ്ഞതല്ല. എന്നെപ്പോലെ എത്ര ആൾക്കാരെന്ന് ഇവരുടെ ഡീറ്റെയിൽ വാങ്ങിച്ചിട്ടുണ്ടാവും, ഇവർ തരാം എന്ന് പറഞ്ഞ് ഇവർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 2-3 പേരൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുന്നതാണോ ഈ ഒരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റേത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇപ്പം അവർക്ക് സംഘടന വഴി ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 10 പേരെ വിളിച്ച് ആ ഒരു 10 പേർക്ക് അവർ കൊടുക്കുകയല്ല ചെയ്തത്. 10,000 ആൾക്കാരോളം ചെയ്യുന്ന ഡീറ്റെയിലൊക്കെ കളക്ട് ചെയ്ത് അവരതിനു വേണ്ടി ഫണ്ട് കളക്ട് ചെയ്ത് അങ്ങനെ അതാണോ സംഘടന എന്ന് പറയുന്നത്? ഇപ്പം കാലിൻ്റെ ആ അളവ് എടുത്തിട്ടുണ്ട് പോയിട്ടുണ്ട്. അതിന് ആ ഒരു സോക്കറ്റ് റെഡിയാക്കി കൊണ്ടുവന്നിട്ട് കാലിൽ ഫിറ്റ് ചെയ്യും. അത് വെച്ച് കുറച്ച് ദിവസം ഇനി പാടായിരിക്കും. ആ ഒരു സോക്കറ്റുമായിട്ട് പൊരുത്തപ്പെട്ട് നടന്ന് പഠിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ ഞാൻ വീട്ടിൽ സംഘടനയെ പറ്റി പറഞ്ഞത് ചിലവർക്കൊക്കെ കേന്ദ്രം ഉണ്ടാവും, അതിനെപ്പറ്റി എന്നെ പൊങ്കാലയിടാനായിട്ട് ചിലവരൊക്കെ വരും. അപ്പോൾ ഞാൻ എല്ലാ സംഘടനകളെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സംഘടന എന്ന് പറയുന്നവർക്ക് സംഘടനയിൽ വന്നിട്ടുള്ള എത്ര പേരുണ്ടോ അവർക്കാണ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. എല്ലാവരെയും നമ്മൾ കളക്ട് ചെയ്തിട്ട് അവരെ പകുതി പേരെ മാറ്റി നിർത്തി പകുതി പേർക്ക് ചെയ്ത് കൊടുക്കുന്നതല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവരെ ഫണ്ടിന് യോജിക്കുന്ന അത്രയും കളക്ട് ചെയ്ത് അത്രയും ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ ഇപ്പം എനിക്കിത് ചെയ്ത് തരാം, എനിക്ക് തരും ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ചെയ്ത് തരാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ഫീൽ ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതുപോലെ എത്ര ആൾക്കാർ അതുപോലെ ഫീൽ ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ സംഘടനയും ഒന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും